ദേ നമ്മുടെ വീടിന്റെ കൈ ഉണ്ടോ നിറച്ച് മൈലാഞ്ചിയ. ഇവിടെ എന്തോ ഒരു കലശം എടുക്കുന്ന വിശേഷമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇട്ടതാ. അതെനിക്ക് കാണിച്ചു തരുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മെഷീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലേ അതെന്തോ കേടായിരുന്നു എന്ന്. അപ്പോൾ വെള്ളം വീഴുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അഡാപ്റ്റർ കേടായെന്നാണ് റെഡിയാക്കാൻ വന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതായിരുന്നു സാധനം. നമ്മുടെ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് കണക്ഷൻ ഇല്ലേ അതിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അല്ലാതെ മെഷീനിലോട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും വന്ന് വെള്ളത്തിയിട്ടു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വലിയ പുളിയൊന്നുമില്ല. അഫ്ഗാനി പോലെ അത്രയും പുളിയൊന്നുമില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇത് നമ്മൾ കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ടേ. നമുക്ക് കിച്ചണിൽ തന്നെ വന്നാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഏത് കിടന്നാൽ പോലും നമ്മൾക്ക് കിച്ചണിൽ ഒന്നും ഇങ്ങനെ വന്ന് കറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ലതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. വെയിലും അതുപോലെ തന്നെ ഫോഗും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ കൊടും തണുപ്പ് അങ്ങ് മാറിയിട്ടുണ്ട്. രാവിലെയും രാത്രിയും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇട നേരങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. രാവിലെ ഞാൻ നമ്മുടെ ഗോപി വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ കോളിഫ്ലവറേ. അപ്പോൾ കുറച്ചധികം ആക്കെ വാങ്ങി വന്നത് കുറച്ചിരുന്ന് വാടി തുടങ്ങി. അപ്പം ഞാനത് രാവിലെ അങ്കൂനും സ്കൂളിലും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് പറാട്ട ഉണ്ടാക്കിയത്, ഗോപി പറാട്ട. അപ്പോൾ നന്നായിട്ടൊന്ന് രണ്ടല്ലി വീതം കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് തിരുമ്മി അകത്തോട്ട് വെച്ച് സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ആലു പറാട്ടേനെക്കാട്ടിയും എനിക്കിഷ്ടം ഗോപി പറാട്ട. രാഖയ്ക്കും കുറച്ചും കൂടി ഇഷ്ടം ഇതാ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാൻ ഇതായിരുന്നു അങ്കൂന് ടിഫിനിൽ കൊടുത്തു വിട്ടതും രാഖയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചതും എല്ലാം. പിന്നെ കൂടെ നമുക്ക് പറാട്ട ആകുമ്പോൾ കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒന്നീ അച്ചാർ അല്ലെങ്കിൽ തൈര്. ഞാൻ പക്ഷേ കുറച്ച് ബൂന്തി റൈത്ത പോലെ ഉണ്ടാക്കിയാ കൊടുത്തു വിട്ടത്. കാരണം അങ്കൂന് ഈ ബൂന്തി റൈത്ത ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അവന് ശരിക്കും നോർമൽ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇങ്ങനെ ബൂന്തി റൈത്ത ഉണ്ടാക്കി കൊടുത്താൽ അതും കുട്ടി അവൻ കഴിച്ചോളും. അതിന് ഞാൻ കുറച്ച് ഒന്ന് റെഡിയാക്കി കൊടുത്തു വിടുന്നുണ്ട്. പറാട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ലഡു ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ റെഡിയാക്കി അവൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കി. ഒത്തിരി തണുപ്പ് കൂടിയ സമയത്തൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് വാങ്ങി കഴിക്കാനായിരുന്നു പറഞ്ഞത് കേട്ടോ. രാവിലെ നമുക്കും വെള്ളത്തിൽ നിന്നുള്ള ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അതുപോലെ തന്നെ അവനും നല്ല ചൂട് ഫുഡ് അവിടെ നിന്ന് പോയി കഴിക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലായിരുന്നു മെയിൻ. പിന്നെ 7:45 കേട്ടോ. 7 ഡിഗ്രിയാണ്. വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നും നേരത്തെ അത്രയില്ല. തണുപ്പില്ലെന്നല്ല, നമുക്ക് ഒത്തിരി അഡ്ജസ്റ്റ് ആവാം. അപ്പോൾ ഫോഗും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഫോഗ് ഉണ്ടായിരുന്നില്ല. വീണ്ടും ഫോഗ് വരും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഫോഗായിരിക്കും, ചിലപ്പോൾ നല്ലതായിട്ട് സൂര്യൻ ഉദിക്കും. അങ്ങനെയാ പുറത്തൊക്കെ തത്തി പുക മൂടി കിടക്കുക. പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് വെയിൽ വരും കേട്ടോ. നമ്മുടെ തണുപ്പ് പോലെ അങ്ങനെ അങ്ങ് സ്ഥിരമായിട്ടങ്ങ് നിൽക്കത്തില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മാറിയിട്ട് സൂര്യൻ വരുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ അങ്ങ് റെഡി ആയിക്കോളൂ. ഇന്ന് കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നേ. അതൊക്കെ കിട്ടി ഞാൻ പുറത്ത് കവറുകളിലാണ് വെച്ചത്. സെപ്പറേറ്റ് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും ഒക്കെ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചതെന്ന് വെച്ചാൽ സിമ്പിൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കരപ്പൊടി ഇട്ട് നെയ്യ് നന്നായിട്ട് തേച്ച് നമ്മുടെ ചപ്പാത്തി ചുട്ടിട്ട് കുറച്ച് ശർക്കരപ്പൊടി ഒന്ന് തൂകി ഇങ്ങനെ ചുരുട്ടി കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് പിള്ളേർക്ക് ടിഫിനിൽ വരൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്തു വിടാം കേട്ടോ. കാരണം ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം. ഇവിടെ ഉള്ളവർ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഈ പൊടിച്ചിട്ട് ചൂർമ പോലെയും പിന്നെ ഇങ്ങനെയൊക്കെ ചുരുട്ടിയും കഴിക്കും പിള്ളേർക്ക് കൊടുക്കുന്നതൊക്കെ സംഭവം. ഇത് ലഞ്ചിനായിട്ട് ഞാൻ കുറേ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പരിപ്പും വേവിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാം. നമ്മുടെ ടിൻ്റെ ഞാൻ ഒരു വെജിറ്റബിൾ കാണിച്ചില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു. കുറച്ച് കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിവെള്ളത്തിലാണ് പൊടികളും കൂടെ ഒക്കെ കലക്കി, സാമ്പാർ പൊടികൾ കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് അടച്ചിട്ട് നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൂടെ കൊടുക്കാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി ജസ്റ്റ് ഒന്ന് വാടിയതല്ലോ. 1-2 വിസിലായാലും മതി. ഞാനിപ്പോൾ ഒരു 2-3 വിസിൽ കൊടുത്ത് നിർത്തി ആവി മാറി വറുത്തിട്ടെടുത്തു. പിന്നെ ഞാൻ മുട്ട ഒഴിങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലഞ്ചിന് ഞാൻ എന്തായാലും ഓരോ മുട്ട ഇപ്പം കഴിക്കും. പിന്നെ നമ്മുടെ ഗോപി ബാക്കിയിരുന്നത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആക്കുക കേട്ടോ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓൾമോസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാടിയിരുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു കണ്ടോ ഷാലോ ഫ്രൈ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും ഗോപി ഫ്രൈയും മുട്ട, നമ്മുടെ പുഴുങ്ങിയ മുട്ടയും നെല്ലിക്ക അച്ചാർ ഇതാണ് ലഞ്ച്. ഇപ്പം ഞാൻ കുറച്ച് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഹെൽത്തിയും സിമ്പിളും ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രാക്കയും വന്ന് ഫുഡൊക്കെ കഴിച്ച് പോകാറായിട്ട് ഇരിപ്പുണ്ട്. പച്ചക്കറിയും പരിപ്പും മുട്ടയും ഇത് മസ്റ്റായിട്ട് അകത്ത് ചെല്ലുന്ന ഒരു ഡയറ്റോ കോംബോയോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഉച്ച സമയത്ത് ഇവിടുത്തെ വെയിൽ കണ്ടാവും. നമ്മുടെ തൊട്ട് മുറ്റത്ത് എന്തോരം വെയിലല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും തുണി കഴുകിയിട്ടത് എല്ലാം
തീർത്തു. തുണി കംപ്ലീറ്റ് ബാസ്ക്കറ്റ് ഒഴിച്ചു. നമ്മുടെ അപ്പുറത്തെ ഈ സൈഡിലാണ് പടിഞ്ഞാറായിട്ട് വരുന്നത്. നമ്മുടെ കട്ടിയുള്ള കർട്ടനാണ്ട് അധികം വെയിലകത്തോട്ട് തോന്നിക്കാത്ത കണ്ടോ. നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഉണങ്ങി കിട്ടും. നമ്മുടെ സൂര്യൻ നിൽക്കുന്നതും അങ്ങോട്ടാണ്, ആ സൈഡിലോട്ടാണ് ഇങ്ങനെ സൂര്യൻ്റെ ആ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ബാൽക്കണി ഇട്ടാൽ മതി. നമ്മുടെ ഫ്രണ്ടിൽ അവിടെ ഇട്ടാലും വെയിൽ കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോൾ ഒരുവിധം നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൊണ്ടുപോയി വിരിക്കുകയും ചെയ്യും. ഉള്ള വെയിലിന് ഒരുവിധം നല്ല ചൂടുമുണ്ട്. ഞാൻ സൂര്യഭഗവാനെ കാണിച്ചു തരാവേ. നിൽക്കുന്ന കണ്ടോ, ഉച്ചസ്ഥായിലായിട്ട് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരെ നല്ല ചൂട് കിട്ടും. പക്ഷെ നല്ലൊരു സുഖമാണ് ഈ സമയത്ത്, ഈ തണുപ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ സൂര്യൻ്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ ഉള്ളൊരു ആശ്വാസം. ചൂടത്ത് നേരെ തിരിച്ചു വേണേൽ നമ്മൾ കരിഞ്ഞ് പൊരിഞ്ഞു പോകും. ഓരോ ക്ലൈമറ്റും എല്ലാം പ്രകൃതിയുടെ ഒരു ഇതല്ലേ, നമ്മൾ അത് എൻജോയ് ചെയ്യുക. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത്രേ ഉള്ളൂ. ഈ മുട്ട കണ്ടോ, ഇന്ന് നമുക്കൊരു ഡബിൾ മുട്ട. അങ്കു സ്കൂളിൽ നിന്ന് വന്നേ, അപ്പോൾ അവന് കൊടുക്കാൻ വെച്ചിരുന്ന മുട്ടയായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയായിരുന്നു. അപ്പോൾ ഡബിൾ മുട്ട പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, അതാ കാണിച്ചു തരുന്നത്. ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് മട്ടർ പൊളിച്ചിടുക കേട്ടോ. കാരണം ഞാൻ വാങ്ങി വന്ന മട്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വെള്ള പ്ലാസ്റ്റിക് കവറിലായിരുന്നു ഇരുന്നത്. അത് ഇങ്ങനെ അഴുകിപ്പോയി. അപ്പോൾ അതെന്തായാലും ഇന്ന് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ അകം നന്നായിട്ടുണ്ട്, പുറം ഒരു സുഖമില്ലായ്മയുണ്ട്. അടിയിലോട്ടൊക്കെ ഒരുവിധം നന്നായിട്ട് കേടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സ്റ്റീമർ ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ വലിയാൻ വേണ്ടി വെച്ചേക്ക് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റിപ്പോവും. സ്റ്റീമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകാനായിട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കടായിൽ എണ്ണ ഒഴിച്ചു, സവാള കുറച്ചധികം വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ട് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളുമൊക്കെ ചേർത്ത് നമ്മുടെ മട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീസ് ഇത് നന്നായിട്ട് വെള്ളം വറ്റിയിരിക്കുക. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫ്രോസൺ ആയിരിക്കും. ഫ്രോസണേക്കാട്ടി 100 ഇരട്ടി എന്തായാലും ഇത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം നമ്മളൊന്നുമില്ല, പൊളിക്കുന്ന ഒരു വിഷമല്ലേ ഉള്ളൂ. അപ്പോൾ അത് തട്ടിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള കേട്ടോ. പിന്നെ ഇതിനകത്തുനിന്നും കൂടെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങും കണ്ടോ തിളയ്ക്കും തോറും. ആ സമയത്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു വലിയ തക്കാളിയായിരുന്നു, അതും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു പുളി എന്നാലാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. കാരണം ഇതിനകത്ത് അധികം അങ്ങനെ ഈ പച്ച ഗ്രീൻ പീസിൽ പെട്ടെന്ന് മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അടച്ചു വെച്ച് ഒന്ന് വെന്തല്ലെങ്കിൽ വാടി വന്നപ്പോൾ ഞാൻ കുറേ ഇഞ്ചി ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പീസ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടുന്നത് ഇതിന് നല്ലതാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, ഈസിയാണ് സംഭവം. മട്ടർ കൂടെ സിമ്പിളായിട്ട് നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ 2 ദിവസത്തിന് ഒരുമിച്ച് അങ്ങ് കുഴച്ച് വെക്കും. ചില സമയത്ത് ഞാൻ രാഖേനെ കൊണ്ടാണ് കുഴപ്പിച്ച് വെക്കുന്നത് കേട്ടോ. 2 ദിവസത്തേക്ക് കൂടുതൽ വെച്ചാൽ പിന്നെ അത് വേറൊരു രീതിയാകും. അപ്പോൾ ചൂടത്ത് അതുപോലും പറ്റത്തില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചിട്ട് അങ്ങ് വേറൊരു കളറായിപ്പോവും. ചപ്പാത്തി നമുക്ക് ആ ഒരു കുഴച്ച് വെക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. മാവുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതേ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിങ്ങ വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, അത് ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യാം. പിന്നെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ CC പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ മെയ്ഡ് വന്നപ്പോൾ തൂത്ത് വൃത്തി കൂടി പുള്ളിക്കാരി അടിച്ചു വാരിയപ്പോൾ അത് ഒടിഞ്ഞു പോയി. ഇങ്ങനെ തൂങ്ങി കിടക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ് പോയി കേട്ടോ. അതിന് താഴെ ഒരു കിഴങ്ങുണ്ട്, അതിൽ നിന്ന് പുതിയ ബഡ് വന്നാലേ ഉള്ളൂ. അതെന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അതിൻ്റെ കഥ കഴിഞ്ഞു. വിഷമമുണ്ട്. ഈ പുതിയ ബഡ് വരുവാണെങ്കിൽ ഒരു ആശ്വാസമാകും. എന്തായാലും ഞാൻ എടുത്ത് മാറ്റുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ. അത് ഉണങ്ങി വരുമ്പോൾ വെട്ടിയിട്ട് ബഡ് വരുവാണെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നൊസ്റ്റാൾജി കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? 80s 90s ഒക്കെ ഉള്ളവർക്ക് അറിയാം. നമ്മുടെ ഈ ബേക്കറികളിലൊക്കെ ഇങ്ങനെ കണ്ണാടി ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിരുന്ന ക്രീം ബിസ്ക്കറ്റ്, ഓറഞ്ചിൻ്റെ അതേ മണവും അതേ ഫ്രഷ്നെസ്സും അതേ ഒരു എന്താ പറയുക, അന്നത്തെ അതേ സെയിം ബിസ്ക്കറ്റ് തന്നെ ഇത് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രിട്ടാനിയയുടെ ട്രീറ്റ് ഓറഞ്ച് ഫ്ലേവർ ആട്ടോ. പഴയ അതേ ടേസ്റ്റാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കണേ. അകത്ത് അതേ രീതിയിൽ ക്രീം സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. കളറും ഒക്കെ അത് തന്നെയാന്നേ. ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഡിയേഴ്സ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.